ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് കേട്ടോ നോക്കുന്നത്. ബേസിക് സയൻസിലെ 15ാമത്തെ ചാപ്റ്റർ ആയ പദാർത്ഥങ്ങളുടെ രസതന്ത്രം എന്നുള്ള ഈ ഒരു ചാപ്റ്റർ ആണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കേട്ടോ. ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർ അത് പോയി കാണണേ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. 15ാമത്തെ ചാപ്റ്റർ ആണ് പദാർത്ഥങ്ങളുടെ രസതന്ത്രം. ഇവിടെ ഒരുപാട് വസ്തുക്കളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഈ വസ്തുക്കൾ നിങ്ങൾ പരിചിതമാണല്ലോ. ഇവ താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ പട്ടികപ്പെടുത്തൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. അപ്പൊ ഈ ഒരു ടേബിളിന്റെ ഫസ്റ്റ് റോ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രകൃതിജന്യ പദാർത്ഥങ്ങൾ കൊണ്ടുള്ളവയിൽ എന്താണ് ഫിൽ ചെയ്തിട്ടുള്ളത്? എന്താണ് വാതിൽ മരം കൊണ്ടുള്ളത് അല്ലെ. അടുത്തത് മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങളിൽ ഭരണി ഗ്ലാസ് കൊണ്ടുള്ളത്. ഇനി ഏതൊക്കെയാണ്? കയറ് പറയാം അല്ലെ. കയർ എന്താണ്? കയർ എന്തിനെ കൊണ്ടാണ്? കയറ് ചകിരിനാര് കൊണ്ടാണ് അല്ലെ. ചകിരിനാര് കൊണ്ടാണ് കയർ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് അത് എന്താണ്? പ്രകൃതിജന്യ പദാർത്ഥങ്ങളാണ്. ഇനി മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് കസേര കേട്ടോ. പ്ലാസ്റ്റിക് കൊണ്ടുള്ള കസേര. പ്ലാസ്റ്റിക്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ചൂരൽ കൊണ്ടുള്ള കസേര അല്ലെ. കസേര തന്നെ ചൂരൽ കൊണ്ടുള്ള കസേര. ഓക്കെ, ചൂരൽ കൊണ്ടുള്ള കസേര എന്താണ്? ഒരു പ്രകൃതിജന്യ പദാർത്ഥമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ബക്കറ്റ് എന്താണ്? പ്ലാസ്റ്റിക് കൊണ്ടുള്ള ബക്കറ്റ് കേട്ടോ. പ്ലാസ്റ്റിക് കൊണ്ടുള്ള ബക്കറ്റ്. ഇനി ഇവിടെ ചുറ്റിക നമുക്ക് എന്തുകൊണ്ടാണ് ചുറ്റിക ഇവിടെ പറയാൻ പറ്റുന്നത്? എന്താണ്? അത് മരപ്പിടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിജന്യ പദാർത്ഥമായിട്ട് പറയാം. അതുപോലെ മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങൾ നമുക്ക് ടയർ റബ്ബർ കൊണ്ടോ അല്ലെങ്കിൽ എന്താണ്, അതായത് റബ്ബർ കൊണ്ടുള്ള റബ്ബർ. ഇനി അവിടുത്തെ പാത്രങ്ങളൊക്കെ ലോഹങ്ങൾ കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്? ലോഹങ്ങൾ കൊണ്ടുള്ള പാത്രങ്ങൾ എന്താണ്? പ്രകൃതിജന്യ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്താം. ലോഹങ്ങൾ. ഇനി മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങൾ നമുക്ക് അടുത്തതായിട്ട് ബലൂൺ പറയാം അല്ലെ. ബലൂൺ ഒന്നുകിൽ റബ്ബറോ അല്ലെ പ്ലാസ്റ്റിക് കൊണ്ടോ ഉള്ള ബലൂൺ. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മൾ തരംതിരിക്കാൻ പറ്റുന്നത്. ഇനി ഇവിടെ പ്രകൃതിജന്യമായവയ്ക്കൊപ്പം മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ. വിവിധ പദാർത്ഥങ്ങളെ മനുഷ്യന് പ്രയോജനകരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പദാർത്ഥ രസതന്ത്രം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പദാർത്ഥ രസതന്ത്രം. മെറ്റീരിയൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ പദാർത്ഥങ്ങളെ മനുഷ്യന് പ്രയോജനകരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണിത് പദാർത്ഥ രസതന്ത്രം അല്ലെങ്കിൽ മെറ്റീരിയൽ കെമിസ്ട്രി. ഇനി നമുക്ക് ഗ്ലാസിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കൾ. ഗ്ലാസ് ഒരു മനുഷ്യനിർമ്മിത പദാർത്ഥമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാം എന്ന് ഒന്ന് എഴുതി നോക്കുന്ന ബീക്കർ. പിന്നെന്താണ്? പ്രിസം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെൻസുകള്. പിന്നെന്താണ്? കാർ വിൻഡോ ഗ്ലാസ്. പിന്നെന്താണ്? ജനൽ നമ്മുടെ എന്താണ് ഗ്ലാസ് ജനല്. ഇതൊക്കെ നമുക്ക് എന്താണ് ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കളിൽ പറയാൻ പറ്റുന്നതാണ്. ഇനി അവിചാരിതമായി കണ്ടെത്തിയ സുതാര്യ വസ്തു. പുരാതന നാഗരികരായ ഫിനീഷ്യൻ നാവികർ. ആരാണ്? ഫിനീഷ്യൻ നാവികർ അലക്കുകാരൻ നിറച്ച കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. നദിയുടെ തീരത്തെ മണലിൽ തീ കൂട്ടി ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്നു. അടുപ്പ് കൂട്ടാൻ കല്ല് കിട്ടാതെ വന്നപ്പോൾ കപ്പലിൽ ഇരുന്ന അലക്കുകാരത്തിന്റെ അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് കട്ടകൾ ഉപയോഗിച്ച് തീ കൂട്ടിയത്രേ. അപ്പോൾ അടുപ്പിൽ നിന്നും സുതാര്യമായ കട്ടിയുള്ള ഒരു ദ്രാവകം ഒഴുകി വന്നു. അത് ഗ്ലാസ് ആയിരുന്നു. ഫിനീഷ്യക്കാർ ഇതിന് നിറങ്ങൾ നൽകി മറ്റു സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തി എന്നും പറയപ്പെടുന്നു. കഥ സത്യമായാലും ഇല്ലെങ്കിലും മണലിൽ അടങ്ങിയ സിലിക്കൺ ഡൈ ഓക്സൈഡ് ഉയർന്ന താപനിലയിൽ ലോഹ ലവണങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് ഗ്ലാസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത്? എന്താണ്? സിലിക്കൺ ഡൈ ഓക്സൈഡ് ഉയർന്ന താപനിലയിൽ ലോഹ ലവണങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് ഗ്ലാസ് ഉണ്ടാകുന്നത്. അപ്പൊ സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഗ്ലാസുകൾ ഒരേ തരത്തിലുള്ളവയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരേ തരത്തിലുള്ളവയല്ല, വ്യത്യസ്ത തരത്തിലുള്ളവയാണ്. അപകടത്തിൽ തകർന്ന വാഹനങ്ങളുടെ ചില്ലുകൾ കണ്ടിട്ടില്ലേ? എന്താണ് അവയുടെ പ്രത്യേകത? അവ എന്താണ്? കൂർത്ത കഷ്ണങ്ങളായി ചിതറി തെറിക്കില്ല അല്ലെ. പകരം എന്താണ്? ചെറിയ തരികളായിട്ട് പൊടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ യാത്രക്കാർക്ക് എന്താണ്? മുറിവേൽക്കാതിരിക്കാനാണ് ഇത്തരം സേഫ്റ്റി ഗ്ലാസുകൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
അപ്പൊ ഇനി അടുത്തതായി ചോദിച്ചത് മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസിന്റെ പേര് അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് നമുക്കറിയാമല്ലേ, ഗൊറില്ല ഗ്ലാസ് ആണ്. ഗൊറില്ല ഗ്ലാസ്, ഗൊറില്ല ഗ്ലാസ്. ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന ചിലതരം ഗ്ലാസുകളും അവയുടെ ഉപയോഗങ്ങളും പ്രധാന ഘടകങ്ങളും പട്ടികയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യം കൊടുത്തത് സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്. ഇതൊക്കെ നമുക്ക് എക്സാമിന് വരാറുണ്ട് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്, ഈ ഭാഗത്തു നിന്ന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസിന്റെ ഉപയോഗങ്ങൾ എന്താണ്? കണ്ണാടിയായിട്ട് യൂസ് ചെയ്യുന്നത്, ജനറൽ ഗ്ലാസ്, ബോട്ടിലുകൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് ആണ്. പ്രധാന ഘടകം എന്താണ് ഇതിലെ? സിലിക്ക, സോഡിയം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്. സിലിക്കയും സോഡിയം ഓക്സൈഡും കാൽസ്യം ഓക്സൈഡും ആണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ് കൊടുത്തത്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് കേട്ടോ. ബോറോസിലിക്കേറ്റ് ഗ്ലാസിന്റെ ഉപയോഗം എന്താണ്? ലബോറട്ടറി ഉപകരണങ്ങൾ, പാചക പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ്. ലബോറട്ടറി ഉപകരണങ്ങൾ, പാചക പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. പ്രധാന ഘടകങ്ങൾ എന്താണ് അതിൽ അടങ്ങിയിട്ടുള്ളത്? സിലിക്കയും അതുപോലെ എന്താണ്? ബോറോൺ ഓക്സൈഡും അതുപോലെ അലൂമിനിയം ഓക്സൈഡും ഉണ്ട്. സിലിക്ക, ബോറോൺ ഓക്സൈഡ്, അതുപോലെ എന്താണ്? അലൂമിനിയം ഓക്സൈഡ്. ബോറോൺ ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡും. ഇനി അടുത്തത് ഫ്ലിന്റ് ഗ്ലാസ് ആണ് കേട്ടോ. ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ് ആണ്. അതിന്റെ ഉപയോഗം എന്താ? ലെൻസ് അല്ലെങ്കിൽ പ്രിസം തുടങ്ങിയവയുടെ നിർമ്മാണത്തിലാണ് എന്ത്? ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ലെൻസ് അല്ലെങ്കിൽ പ്രിസം തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണെന്ന്? ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ എന്താണ്? ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ് ആണ്. പ്രധാന ഘടകം എന്താണ്? സിലിക്ക, പൊട്ടാസ്യം ഓക്സൈഡും ലെഡ് ഓക്സൈഡും. പൊട്ടാസ്യം ഓക്സൈഡും അതുപോലെ ലെഡ് ഓക്സൈഡും ആണ് കേട്ടോ. പൊട്ടാസ്യം ഓക്സൈഡും ലെഡ് ഓക്സൈഡും. ഓക്കെ, ഇതിലെന്താ? ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിൽ എന്തായിരുന്നു ഘടകം? സിലിക്ക ഉണ്ട്, പിന്നെ ബോറോൺ ഓക്സൈഡും അതുപോലെ അലൂമിനിയം ഓക്സൈഡും. എന്നാൽ ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ്സിലുള്ള ഘടകങ്ങൾ എന്തായിരുന്നു? സിലിക്ക, പൊട്ടാസ്യം ഓക്സൈഡ് അതുപോലെ ലെഡ് ഓക്സൈഡ്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി എല്ലാ ഗ്ലാസ്സിലും അടങ്ങിയിരിക്കുന്ന പൊതുഘടകം എന്താണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഗ്ലാസ്സിലും അടങ്ങിയിരിക്കുന്ന പൊതുഘടകം എന്താണ്? സിലിക്ക ആണ് അല്ലെ? സിലിക്ക, SiO2 എന്ന് പറയും. സിലിക്ക ആണ് കേട്ടോ, SiO2. ഓക്കെ, ഇനി ഓരോ തരം ഗ്ലാസ്സിലും അടങ്ങിയിരിക്കുന്ന മറ്റു ഘടകങ്ങൾ കണ്ടെത്തൂ എന്ന് പറയും. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഗ്ലാസുകളുടെ പൊതു സ്വഭാവങ്ങൾ എഴുതി നോക്കൂ. ഗ്ലാസിന്റെ പൊതു സ്വഭാവങ്ങൾ എഴുതി നോക്കാനാണ് കേട്ടോ. എന്തൊക്കെയാണ്? സുതാര്യത ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉറപ്പുള്ളതും എന്നാൽ എളുപ്പം പൊട്ടിപ്പോകുന്നതുമായ ഒരു സ്വഭാവമാണല്ലേ ഈ ഗ്ലാസ്സിനുള്ളത്. ഉറപ്പ് നമുക്ക് കാണുമ്പോൾ നല്ല ഉറപ്പ് തോന്നും, എന്നാൽ എന്താ എളുപ്പത്തിൽ അത് പൊട്ടിപ്പോവുകയും ചെയ്യും അല്ലെ. അതുപോലെ നിശ്ചിത ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ് ഇല്ല കേട്ടോ. ഒരു നിശ്ചിത ദ്രവണാങ്കം നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ താപത്തെ കടത്തിവിടാനുള്ള കഴിവും കുറവാണ് കേട്ടോ. താപത്തെ കടത്തിവിടാനുള്ള കഴിവും കുറവാണ്. അപ്പൊ സുതാര്യത, ഉറപ്പുള്ളതും എന്നാൽ എളുപ്പം പൊട്ടിപ്പോകുന്നതുമായിട്ടുള്ള സ്വഭാവം, നിശ്ചിത ദ്രവണാങ്കം ഇല്ല, അതുപോലെ താപത്തെ കടത്തിവിടാനുള്ള കഴിവും കുറവാണ്. ദ്രവണാങ്കം ഇല്ല. ഓക്കെ, ദ്രവണാങ്കം ഇല്ല, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദ്രവണാങ്കം ഇല്ല, അതുപോലെ പിന്നെ എന്താണ്? താപത്തെ കടത്തിവിടാനുള്ള കഴിവും കുറവാണ്. ഓക്കെ, ഇനി ഇവിടെ പല നിറത്തിലുള്ള ഗ്ലാസുകൾ കണ്ടിട്ടില്ലേ? ഇവയ്ക്ക് നിറം ലഭിക്കുന്നത് എങ്ങനെയാണ്? നിർമ്മാണ പ്രക്രിയക്കിടെ വിവിധ രാസവസ്തുക്കൾ ചേർത്താണ് ഗ്ലാസിന് നിറം നൽകുന്നത്. അപ്പൊ എങ്ങനെയാണ്? നിർമ്മാണ പ്രക്രിയക്കിടെ വിവിധ രാസവസ്തുക്കൾ ചേർത്താണ് ഗ്ലാസിന് നിറം നൽകുന്നത്. ചേർക്കുന്ന രാസവസ്തുക്കളാണ് കേട്ടോ ലഭിക്കുന്ന ഗ്ലാസിന്റെ നിറവും കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് ഇത്. കാഡ്മിയം സൾഫൈഡ് ചേർത്താലും മഞ്ഞ നിറമാണ് ലഭിക്കട്ടെ. യെല്ലോ കളറാണ് കാഡ്മിയം സൾഫൈഡ് ചേർത്താൽ. എന്നേ ഗോൾഡ് ക്ലോറൈഡ് കേട്ട റൂബി റെഡ് ആണ് കിട്ടട്ടോ. റൂബി റെഡ്. ക്രോമിയം ഓക്സൈഡ് ചേർത്താൽ പച്ചാണ്. കൊബാൾട്ട് ഓക്സൈഡ് ചേർത്താൽ നീല കേട്ടോ. ഓക്കെ, അപ്പൊ കാഡ്മിയം സൾഫൈഡ് ചേർക്കുന്നത് ചേർത്താൽ ലഭിക്കുന്ന ഗ്ലാസിന്റെ നിറം മഞ്ഞയാണ്. ഗോൾഡ് ക്ലോറൈഡ് ചേർക്കുന്ന അതായത് ചേർത്തിട്ടുണ്ടെങ്കിലാണ് ഗ്ലാസിന് എന്ത് നിറം ലഭിക്കുന്നത്? റൂബി റെഡ്. അതുപോലെ ക്രോമിയം ഓക്സൈഡ് ചേർക്കുമ്പോൾ പച്ച നിറം ലഭിക്കും. കൊബാൾട്ട് ഓക്സൈഡ് ചേർക്കുമ്പോൾ നീല കേട്ടോ. അടുത്ത ഹെഡിങ് ആണ് പോളിമറുകൾ. ചെറു തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും സംയോജിച്ച് വലിയ തന്മാത്രകളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. അപ്പൊ എന്താണ് പോളിമറൈസേഷൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. ചെറു തന്മാത്രകൾ ഉന്നത താപനിലയിലും സംയോജിപ്പിച്ച് വലിയ തന്മാത്രകളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഇതിന് ഉപയോഗിക്കുന്ന ചെറു തന്മാത്രകളെ മോണോമറുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് മോണോമറുകൾ? ഈ പോളിമറൈസേഷന് യൂസ് ചെയ്യുന്ന ചെറു തന്മാത്രകളെയാണ് മോണോമറുകൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ രൂപപ്പെട്ട വലിയ തന്മാത്രകളെ പോളിമറുകൾ എന്ന് പറയുന്നു. പോളിമറുകൾ എന്ന് പറയും. ഇങ്ങനെ രൂപപ്പെട്ട വലിയ തന്മാത്രകളെ പോളിമറുകൾ എന്ന് വിളിക്കുന്നു. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് പോളിമർ കെമിസ്ട്രി.
ഓക്കെ, പോളിമറൈസേഷനെ കുറിച്ച് പഠിക്കുന്ന എന്താണ് രസതന്ത്ര ശാഖയാണ് പോളിമർ കെമിസ്ട്രി. ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പോളിമർ. ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പോളിമർ. ആധുനിക പോളിമർ രസതന്ത്രത്തിന് അടിത്തറ പാകിയ ഹെർമൻ സ്റ്റോഡിഞ്ചർ പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പൊ ഹെർമൻ സ്റ്റോഡിഞ്ചർ ആണ് പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പോളിമർ. ആധുനിക പോളിമർ രസതന്ത്രത്തിന് അടിത്തറ പാകിയ ഹെർമൻ സ്റ്റോഡിഞ്ചർ പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ന് ധാരാളം പോളിമറുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് എന്ന പൊതുവായി അറിയപ്പെടുന്ന പോളിത്തീൻ, PVC എന്നിവയെല്ലാം പോളിമറുകളാണ്. പ്ലാസ്റ്റിക്കുകൾ മാത്രമല്ല, റബ്ബറുകളും ഫൈബറുകളും എല്ലാം പോളിമറുകളാണ്. ഈ പ്രസ്താവനകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പ്ലാസ്റ്റിക് പൊതുവായിട്ട് അറിയപ്പെടുന്ന പോളിത്തീൻ, PVC എന്നിവയെല്ലാം പോളിമറുകളാണ്. അതുപോലെ പ്ലാസ്റ്റിക് മാത്രമല്ല, റബ്ബറുകളും ഫൈബറുകളും ഒക്കെ എന്താണ് പോളിമറുകളാണ്. നിരവധി ചെറിയ തന്മാത്രകൾ കൂടിച്ചേർന്നുണ്ടാവുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ. ഓക്കെ, ഇനി ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രം 15.6 നിരീക്ഷിക്കൂ. പോളിമറുകളുടെ തന്മാത്രാ ഭാരം സാധാരണ തന്മാത്രകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവ വ്യത്യസ്തമായ ഗുണങ്ങളും കാണിക്കുന്നു. മോണോമറുകൾ പോളിമറൈസേഷനിൽ പങ്കെടുക്കുമ്പോൾ തന്മാത്രാഭാരം കൂടുന്നത് എന്തുകൊണ്ട് എന്ന് ചിത്രത്തിൽ നോക്കി പറയാമോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മോണോമറുകൾ പോളിമറൈസേഷനിൽ പങ്കെടുക്കുമ്പോൾ തന്മാത്രാഭാരം കൂടുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തന്മാത്രാഭാരം കൂടുന്നത്? അല്ലെങ്കിൽ പോളിമറൈസേഷൻ എന്നാൽ എന്താണ്? നമുക്കറിയാം, ലളിതമായിട്ടുള്ള ചെറിയ തന്മാത്രകൾ പരസ്പരം കോർത്തിണക്കി ഒരു വലിയ ശൃംഖല, ഒരു ചെയിന് നിർമ്മിക്കുകയാണ് അല്ലെ, ഒരു വലിയ തന്മാത്രകളായിട്ട് മാറാണ്. അപ്പൊ ആയിരക്കണക്കിന് മോണോമറുകൾ ഇത്തരത്തിൽ ഒന്നിച്ചു ചേരുമ്പോൾ സ്വാഭാവികമായും ആ വലിയ തന്മാത്രകളുടെ ഭാരം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത് പറയാം ഒരു മോണോമറ് അതിലെന്താണ് രണ്ട് തന്മാത്രകൾ കൂടി ചേർന്ന് ഡൈമർ ആവുന്നു. അതുപോലെ പിന്നെ ഒരുപാട് തന്മാത്രകൾ കൂടി ചേരുമ്പോൾ പോളിമർ ആവുന്നു. പ്ലാസ്റ്റിക് മേശകൾ, കസേരകൾ മുതലായവ തടിയെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ടായിരിക്കും പ്ലാസ്റ്റിക് മേശകളും കസേരകളും ഒക്കെ നമുക്ക് തടിയെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? കാരണം പോളിമറൈസേഷൻ ആണല്ലേ അവിടെ നടക്കുന്നത്. അതായത് പ്ലാസ്റ്റിക്കുകൾ ചൂടാക്കുമ്പോൾ എന്താണ് അവ മൃദുവാകുകയും ഉരുകുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഏത് അച്ചിലേക്കാണോ ഒഴിക്കുന്നത് ആ അച്ചിന്റെ ആകൃതിയിൽ അത് മാറുന്നുണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഏത് ആകൃതിയിലേക്ക് മാറ്റാനും കഴിയും. ചില പോളിമറുകൾ, അവയുടെ സവിശേഷതകൾ, പ്രയോജനങ്ങൾ എന്നിവയും ഇവിടെ കാണിക്കുന്നുണ്ട്. പട്ടിക ശ്രദ്ധിക്കൂ. പോളിമറുകൾ, സ്വഭാവ സവിശേഷതകൾ, പ്രയോജനങ്ങൾ. പോളിമറുകൾ പോളി എഥിലീൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് സ്വഭാവ സവിശേഷത? നിഷ്ക്രിയ സ്വഭാവമാണ്. പ്രയോജനം എന്താണ്? ഭക്ഷണ പാത്രങ്ങൾ അതുപോലെ പാക്കേജിങ്ങിനൊക്കെയാണ് ഈ ഒരു പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. ഭക്ഷണ പാത്രങ്ങൾക്കും പാക്കേജിങ്ങിനും. പോളി എഥിലീൻ കേട്ടോ. ഇനി പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ. എന്താ? താപ പ്രതിരോധാണ്. പ്രയോജനം എന്താണ്? ഉയർന്ന താപനിലയിൽ ഉപയോഗിക്കേണ്ട പാചക പാത്രങ്ങൾ, നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ കൊണ്ടാണ് കേട്ടോ. പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ കൊണ്ടാണ്. അതായത് പോളിവിനൈൽ ക്ലോറൈഡ്, PVC എന്താണ് അതിന്റെ സ്വഭാവ സവിശേഷത? വൈദ്യുത പ്രതിരോധമാണ് കേട്ടോ. കേബിളുകള്, പൈപ്പുകളൊക്കെ നമ്മുടെ ഇലക്ട്രിസിറ്റിയിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? PVC, പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. ഇനി പോളിയെത്തിലീൻ ടെറിത്താലൈറ്റ്, അതായത് പോളിയെത്തിലീൻ ടെറിത്താലൈറ്റ് സ്വഭാവ സവിശേഷത എന്താണ്? വാതകങ്ങളെ തടഞ്ഞു നിർത്തുന്നു. പ്രയോജനം ബോട്ടിലുകളുടെ നിർമ്മാണത്തിനാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഭാഗമാണ്. ഒന്നുകൂടി നോക്കാം. പോളിയെത്തിലീൻ എന്താണ്? പ്രയോജനം നോക്കാം. ഭക്ഷണപാത്രങ്ങളും പാക്കേജിങ്ങിനും ഒക്കെ ആണ്. അതുപോലെ പിന്നെന്താണ്? പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ ഉയർന്ന താപനില ഉപയോഗിക്കേണ്ട പാചക പാത്രങ്ങൾ, അതായത് നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ. പോളിവിനൈൽ ക്ലോറൈഡ് കേബിളുകൾ, പൈപ്പുകൾ. പോളി എഥിലീൻ ടെറിത്താലൈറ്റ് ബോട്ടിലുകളുടെ നിർമ്മാണത്തിന്. പോളിമറുകൾ പ്രകൃതിയിൽ കാണപ്പെടുന്നവയും മനുഷ്യനിർമ്മിതവുമുണ്ട്. ഭൂരിഭാഗം പോളിമറുകളും മനുഷ്യനിർമ്മിതമാണ്. അപ്പൊ പോളിമറുകൾ പ്രകൃതിയിൽ കാണപ്പെടുന്നവയും അതുപോലെ മനുഷ്യനിർമ്മിതവുമായുണ്ട്. ഭൂരിഭാഗം പോളിമറുകളും മനുഷ്യനിർമ്മിതമാണ്. പ്രകൃതിദത്ത പോളിമറുകളും അതുപോലെ മനുഷ്യനിർമ്മിത പോളിമറുകളും രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ പ്രകൃതിദത്ത പോളിമറുകൾ? സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബറൊക്കെ പ്രകൃതിദത്ത പോളിമറുകൾ എക്സാമ്പിൾ ആണ് കേട്ടോ. മനുഷ്യനിർമ്മിത പോളിമറുകൾ പോളിയത്തീൻ, അതുപോലെ നൈലോൺ, ബേക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബറൊക്കെ അതെന്താണ്? മനുഷ്യനിർമ്മിത പോളിമറുകളാണ്. പ്രകൃതിദത്ത പോളിമറുകൾ ഇമ്പോർട്ടന്റ് ആണ്. സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബർ.
പോളിമറുകളുടെ അവയുടെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ എന്നിങ്ങനെ തരംതിരിക്കാം. പ്ലാസ്റ്റിക്കുകളെ തന്നെ അവയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തെർമോ പ്ലാസ്റ്റിക്കുകൾ, അതുപോലെ തെർമോസെറ്റിൻ പ്ലാസ്റ്റിക്കുകൾ എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് പോളിമറുകളെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ ഇങ്ങനെ തിരിക്കാം. പിന്നെ പ്ലാസ്റ്റിക്കുകളെ തന്നെ എന്താണ് രണ്ട് വിധമുണ്ട്, തെർമോ പ്ലാസ്റ്റിക്കുകളും തെർമോസെറ്റിൻ പ്ലാസ്റ്റിക്കുകളും ഉണ്ട്. ചിത്രത്തിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ ശ്രദ്ധിക്കൂ. ഇനിയും ധാരാളം വസ്തുക്കൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇത്രയേറെ ആവശ്യകത ഉണ്ടായത് എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക് നമുക്കറിയാം, അതിനെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞു? നമ്മൾ സ്വഭാവ സവിശേഷതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഓരോന്നിനും ഇത്രയും സ്വഭാവ സവിശേഷതകൾ ഉണ്ട് ഓരോ പ്ലാസ്റ്റിക്കിനും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വഭാവ സവിശേഷതകളെ ഉപയോഗപ്പെടുത്തിങ്ങാനും നമ്മൾ പല രീതിയിലും, നമ്മൾ പല കാര്യത്തിലും നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. ചിത്രത്തിലെ പ്ലാസ്റ്റിക് വസ്തുക്കൾ ശ്രദ്ധിക്കുക. ഇതിനും ധാരാളം വസ്തുക്കൾ നിങ്ങൾക്ക് അറിയാലേ. നമുക്ക് ഒരുപാട് വസ്തുക്കളെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയത് അറിയാം. ഇനി പ്രകൃതിദത്ത വസ്തുക്കൾക്ക് ഇല്ലാത്ത എന്തെല്ലാം സവിശേഷതകളാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾക്കുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ സവിശേഷതകളാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾക്കുള്ളത് എന്നാണ്. അപ്പൊ എന്തൊക്കെയാണ്? അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമുക്ക് പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് ഇത്രയേറെ ആവശ്യകത ഉണ്ടായിരുന്നു? കാരണം നമുക്ക് ചെലവ് കുറവ് പറയാം അല്ലെ. മറ്റു വസ്തുക്കളെ അപേക്ഷിച്ച് പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ചെലവ് വളരെ കുറവാണ്. അതുപോലെ ലഭ്യത, ഏത് ആകൃതിയിലും വലിപ്പത്തിലും ഇവ നിർമ്മിച്ചെടുക്കാൻ എളുപ്പമാണ്. ഈട് നിൽപ്പ് എന്ന് പറഞ്ഞാൽ അതായത് പെട്ടെന്ന് നശിച്ചു പോകില്ല എന്നത്, തുരുമ്പിക്കില്ല എന്നതൊക്കെ ഇതിന്റെ പ്രധാന ഗുണങ്ങളാണ് കേട്ടോ. ഇനി പ്രകൃതിദത്ത വസ്തുക്കൾക്കില്ലാത്ത പ്ലാസ്റ്റിക്കിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാ ചോദിച്ചിട്ട് അവിടെ രൂപമാറ്റം വരുത്താന്നുള്ളത് ഒന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ് രൂപമാറ്റം വരുത്താം? അതായത് ചൂടാക്കിയാലും മൃദുവാകുന്നതിനാൽ ഏത് രൂപത്തിലേക്കും മാറ്റാൻ കഴിയും. പിന്നെ ഭാരക്കുറവ്, കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഭാരം കുറവുള്ളത് കൊണ്ട്. അതുപോലെ പിന്നെ നമുക്ക് തുരുമ്പിക്കില്ല എന്ന് പറയാൻ പറ്റും. ലോഹങ്ങളെ പോലെ അന്തരീക്ഷ വായുവുമായോ ജലവുമായോ പ്രവർത്തിച്ച് എന്താണ് തുരുമ്പിക്കുക, അതുപോലെ നശിക്കുകയൊന്നും ചെയ്യില്ല. പിന്നെന്താണ്, വൈദ്യുത അല്ലെങ്കിൽ താപ ഇൻസുലേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജലപ്രതിരോധം, വെള്ളം വലിച്ചെടുക്കുക അതിനകത്തിന് എന്താണ്, നനഞ്ഞാലൊന്നും കേട് വരുന്നില്ല. ഓക്കെ, ഇതൊക്കെ എന്താണ് പ്രകൃതിദത്ത വസ്തുക്കൾക്ക് ഇല്ലാത്ത സവിശേഷതകളാണ് കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ. ഇനി ഇവിടെ തെർമോ പ്ലാസ്റ്റിക്കുകളും തെർമോസെറ്റിൻ പ്ലാസ്റ്റിക്കുകളും തമ്മിലുള്ള വ്യത്യാസമാണ്. തെർമോപ്ലാസ്റ്റിക്കുകളും തെർമോപ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിലുള്ള പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കും. എന്നാൽ തെർമോസെറ്റിൻ പ്ലാസ്റ്റിക്കുകൾ അഥവാ തെർമോസെറ്റുകൾ വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ തെർമോപ്ലാസ്റ്റിക്കുകളാണ്, പോളിത്തീൻ. എന്നാൽ പ്രഷർ കുക്കറിന്റെ കൈപ്പിടി പോലുള്ളവ നിർമ്മിച്ചിരിക്കുന്നത് തെർമോസെറ്റുകൾ കൊണ്ടാണ്. അപ്പൊ തെർമോസെറ്റുകൾ എന്തായിരുന്നു, അല്ലെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചൂടാക്കുമ്പോൾ പിന്നീട് ഉരുകാത്ത പ്ലാസ്റ്റിക് ആണ് നമ്മൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവറുകളൊക്കെ തെർമോ പ്ലാസ്റ്റിക്കുകളാണ്. അതായത് പെട്ടെന്ന് എന്താണ് ചൂടായ ഉരുകുന്നതാണ്, പോളിത്തീൻ ആണ്. എന്നാൽ പ്രഷർ കുക്കറിന്റെ കൈപ്പിടി പോലുള്ളവ നിർമ്മിച്ചിരിക്കുന്നത് തെർമോസെറ്റുകൾ കൊണ്ടാണ്. നമ്മുടെ നിത്യോപയോഗ വസ്തുക്കളിൽ കൂടുതലും പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതലായിട്ട് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് എന്താണ്, മനുഷ്യനിർമ്മിത വിഭവങ്ങളാണ് അല്ലെ. വിവിധ തരം പ്ലാസ്റ്റിക്കുകൾ എങ്ങനെ തിരിച്ചറിയാം? ചിത്രം നോക്കൂ. ഇതുപോലുള്ളവ ചിഹ്നങ്ങൾ പ്ലാസ്റ്റിക്കുകളുടെ മുകളിൽ കണ്ടിട്ടുണ്ടോ? ഇവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് കേട്ടോ. നമ്മൾ റീസൈക്ലിംഗ് കോഡുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനരുപയോഗം ചെയ്യുന്നതിനായിട്ട് അവയെ തരംതിരിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു 1 മുതൽ 7 വരെയുള്ള ഈ ഒരു നമ്പർ എന്താണ്, ഓരോന്നും ഏത് തരം പ്ലാസ്റ്റിക് ആണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, ആദ്യത്തേത് എന്താ കൊടുത്തത്, PET എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതായത് പോളി എത്തിലീൻ എന്താണ് ടെറിഫ്താലൈറ്റ് ആണ് കേട്ടോ. പോളി എത്തിലീൻ ടെറിഫ്താലൈറ്റ് ആണ്. രണ്ടാമത്തത് എന്താണ്, എന്താ നമുക്ക് ഈ ഒരു പോളി എത്തിലീൻ ടെറിഫ്താലൈറ്റ് ഈ പ്ലാസ്റ്റിക് നമ്മൾ എന്താ കുടിവെള്ള കുപ്പികളുടെ നിർമ്മാണം, അതുപോലെ ശീതള പാനീയ കുപ്പികളുടെ നിർമ്മാണത്തിനൊക്കെയാണ് ഈ ഒരു പ്ലാസ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് എന്താണ്, HDPE എന്ന് കൊടുത്തിട്ടുണ്ട്. HDPE അതായത് ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ് കേട്ടോ. ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ്. ഇതെന്താ, സാന്ദ്രത കൂടിയ പോളി എത്തിലീൻ ആണ് അല്ലെ. അതായത് നമ്മൾ പാൽപാത്രങ്ങള്, ഷാംപൂ കുപ്പികള്, അങ്ങനെയുള്ള ക്ലീനിങ് ദ്രാവകങ്ങളൊക്കെ സൂക്ഷിക്കുന്ന പാത്രങ്ങൾ നിർമ്മിക്കാനാണ് ഈ ഒരു ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ യൂസ് ചെയ്യുന്നത്. പിന്നെ PVC നമുക്കറിയാം, പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെ. ഇത് നമ്മൾക്കറിയാം എന്താണ്, പൈപ്പുകള്, ചെരിപ്പുകൾ, വയറുകൾ, ഇൻസുലേഷന് ഇതൊക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ ഇതിന്റെ നിർമ്മാണത്തിനാണ് നമ്മൾ PVC യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് LDPE എന്ന് പറഞ്ഞാൽ എന്താ, ലോ ഡെൻസിറ്റി പോളിയെഥിലീൻ ആണ്. അതായത് സാന്ദ്രത കുറഞ്ഞ പോളിയെഥിലീൻ ആണ്. ഓക്കെ, പ്ലാസ്റ്റിക് കവറുകള്, അതുപോലെ എന്താണ് ക്യാരി ബാഗ്സ്, പിന്നെന്താ ലാബ് ബോട്ടിലുകൾ, ഇതൊക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ LDPE യൂസ് ചെയ്യുന്നത്. അതായത് ലോ ഡെൻസിറ്റി പോളിയെഥിലീൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് PP പോളിപ്രൊപ്പിലീൻ ആണ് കേട്ടോ. പോളിപ്രൊപ്പിലീൻ ആണ്. അതായത് ഭക്ഷണ പാത്രങ്ങൾ, മരുന്നു കുപ്പികൾ, തൈര് പാത്രങ്ങൾ
ഇതൊക്കെ നിർമ്മിക്കാനാണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. അടുത്തത് PS ആണ്. PS എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിസ്റ്റെറീൻ ആണ് കേട്ടോ. പോളിസ്റ്റെറീൻ എന്താണ് ഉപയോഗം? അതായത് ഡിസ്പോസിബിൾ കപ്പുകള്, പ്ലേറ്റുകള്, തെർമോക്കോൾ ഒക്കെ ഉണ്ടാക്കാനാണ് ഈ ഒരു PS, അതായത് പോളിസ്റ്റെറീൻ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. ഇനി മറ്റുള്ളവ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മുകളിൽ പറഞ്ഞ 6 വിഭാഗങ്ങളിലും പെടാത്ത പ്ലാസ്റ്റിക്കുകളാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഉദാഹരണത്തിന് അക്രിലിക്, പോളി കാർബണേറ്റ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഹെഡിങ് ആണ് എന്ത്? പ്ലാസ്റ്റിക് മലിനീകരണം. വൈവിധ്യമാർന്ന ഗുണങ്ങൾ കൊണ്ട് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പ്ലാസ്റ്റിക്. എന്നാൽ നിയന്ത്രണാതീതമായ ഉപയോഗത്താൽ പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും വിവിധ സ്ഥലങ്ങളിൽ കൂടിക്കിടന്ന് ജലമലിനീകരണവും മണ്ണ് മലിനീകരണവും ഉണ്ടാകുന്നു. ഇതുമൂലം മണ്ണിന്റെ, വായുവിന്റെയും വെള്ളത്തിന്റെയും സ്വാഭാവികമായ രാസഘടനയിൽ മാറ്റം വരുന്നു. ചെടികളുടെയും മണ്ണിൽ ജീവിക്കുന്ന ജീവികളുടെയും വളർച്ചയെയും ഇത് ബാധിക്കുന്നു. പ്ലാസ്റ്റിക് മലിനീകരണത്തിന് ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പ്ലാസ്റ്റിക് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിന് 4R സമീപനം നിർദ്ദേശിക്കാറുണ്ട്. എന്താണ് ഈ 4R എന്ന് പറഞ്ഞാൽ? ആദ്യത്തേത് റെഫ്യൂസ് ആണ് കേട്ടോ. അത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നൽകാതിരിക്കുക, സ്വീകരിക്കാതിരിക്കുക, ഇതാണ് റെഫ്യൂസ്. പിന്നെ റെഡ്യൂസ്, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. റീയൂസ്, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനരുപയോഗിക്കുക. റീസൈക്കിൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അനുയോജ്യമായ ഭൗതിക രാസപ്രക്രിയകളിലൂടെ വീണ്ടും പുതിയ ഉൽപ്പന്നങ്ങളായി മാറ്റുക. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ 4R എന്താന്നുള്ളത് ഇതിന്റെ ക്രമത്തിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് റെഫ്യൂസ് ആണ്, പിന്നെ റെഡ്യൂസ്, പിന്നെ റീയൂസ്, പിന്നെ റീസൈക്കിൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് 4R രീതി കൊണ്ട് മാത്രം പ്ലാസ്റ്റിക് മലിനീകരണം ഒഴിവാക്കാൻ പറ്റുമോ എന്നാണ് കേട്ടോ. അതായത് 4R രീതി കൊണ്ട് മാത്രം പ്ലാസ്റ്റിക് പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്നാണ്. കഴിയില്ലല്ലേ? കാരണം എന്താണ്? അതായത് നമുക്കറിയാം മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുമെങ്കിൽ അത് മാത്രം എന്താണ്? റെഫ്യൂസ് ചെയ്യുന്നതിലൂടെ മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കെങ്കിലും അത് മാത്രം കൊണ്ട് നമുക്ക് പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയില്ല കേട്ടോ. റീസൈക്കിൾ ചെയ്യുന്നതിലും പരിധികളുണ്ട് അല്ലെ? എല്ലാ പ്ലാസ്റ്റിക്കുകളും റീസൈക്കിൾ ചെയ്യാൻ കഴിയില്ല. പിന്നെന്താ? ജനങ്ങളുടെ മനോഭാവത്തിലും സർക്കാർ നിയമങ്ങളിലും മാറ്റം വരണം. പിന്നെന്താണ്? പ്ലാസ്റ്റിക്കിന് പകരമുള്ള പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ കൂടുതലായിട്ടും എന്താണ് പ്രചാരത്തിൽ വരണം. ഇപ്പൊ നമുക്കറിയാം എന്താണ്, പിന്നെ പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന, വീട്ടിൽ വന്നിങ്ങനെ പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട് അല്ലെ? പദ്ധതിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് മലിനീകരണം ഒക്കെ ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അടുത്ത ഹെഡിങ് ആണ് റബ്ബറുകൾ. പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുള്ളത്. ഇലാസ്തികത സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് സ്വാഭാവിക റബ്ബർ അല്ലെങ്കിൽ നാച്ചുറൽ റബ്ബർ കേട്ടോ. ഇലാസ്തികത സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമർ ആണെന്ത്? സ്വാഭാവിക റബ്ബർ അല്ലെങ്കിൽ നാച്ചുറൽ റബ്ബർ. റബ്ബർ മരത്തിൽ നിന്നെടുക്കുന്ന റബ്ബർ പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് പ്രകൃതിദത്ത റബ്ബർ. ആവശ്യകത വർദ്ധിച്ചപ്പോൾ പ്രകൃതിദത്ത റബ്ബർ കൊണ്ട് മാത്രം മതിയാകാതെ വന്നു. ഇതിന് കൃത്രിമ റബ്ബറുകൾ നിർമ്മിക്കാൻ കാരണമായി. മാത്രമല്ല, കൃത്രിമ റബ്ബറുകൾക്ക് പ്രകൃതിദത്ത റബ്ബറിനെ അപേക്ഷിച്ച് തേയ്മാനം കുറവാണ്. അതുകൊണ്ടാണ് ടയറുകളുടെ നിർമ്മാണത്തിനൊക്കെ കൃത്രിമ റബ്ബറുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ഫൈബറുകളാണ്. ബലമുള്ളതും നീളമുള്ളതുമായ പോളിമറുകളാണ് നാരുകൾ അഥവാ ഫൈബറുകൾ. വസ്ത്രനിർമ്മാണത്തിന് പുറമെ കയറുകൾ, വിരികൾ, വലകൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഫൈബറുകളാണ് കേട്ടോ. പ്രകൃതിദത്ത നാരുകളുടെ ലഭ്യത കുറവും ഗുണങ്ങളിൽ ഉള്ള പരിമിതികളും മറികടക്കാനാണ് കൃത്രിമ നാരുകൾ നിർമ്മിക്കപ്പെട്ടത്. ഇന്ന് നമുക്കെല്ലാം വസ്ത്രങ്ങൾ ലഭ്യമാകുന്നതിനും വസ്ത്രരംഗത്തെ വൈവിധ്യത്തിനും കാരണം കൃത്രിമ നാരുകളാണ്. നൈലോൺ ആണ് മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നാര്. ഇമ്പോർട്ടന്റ് ആണ്. നൈലോൺ ആണ് മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നാര്. ഈ പോളിമർ ഫൈബറായി പെടണമെന്നുണ്ടെങ്കിൽ അതിന്റെ നീളം വ്യാസത്തേക്കാൾ 100 മടങ്ങെങ്കിലും കൂടുതലായിരിക്കണം. അപ്പൊ ഈ ഒരു പോളിമർ ഫൈബർ ആയിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ എന്താണ് അതിനുള്ളത്? അതിന്റെ നീളം വ്യാസത്തേക്കാൾ 100 മടങ്ങെങ്കിലും കൂടുതലായിരിക്കണം. ഇനി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു റബ്ബർ ബാൻഡിൽ 5 സെന്റിമീറ്റർ നീളം വിട്ട് 2 അടയാളങ്ങൾ ഇട്ട ശേഷം വലിച്ചു നീട്ടി കുറച്ചു സമയം കെട്ടിവെക്കുക. ശേഷം കെട്ടയച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങാൻ അനുവദിക്കുക. അടയാളങ്ങൾ തമ്മിലുള്ള ദൂരം ഇപ്പോഴും 5 സെന്റിമീറ്റർ തന്നെയാണോ? റബ്ബർ ബാൻഡ് പൂർവ്വസ്ഥിതിയിലേക്ക് പൂർണ്ണമായും മടങ്ങുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താണ്? 5 സെന്റിമീറ്റർ തന്നെയാണോ അതേന്ന് പറയാല്ലേ. അതുപോലെ റബ്ബർ ബാൻഡ് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുന്നു എന്ന് തന്നെ പറയാം. അതായത് റബ്ബറിനുള്ള ഇലാസ്തികത എന്ന സവിശേഷതയാണ് ഇതിന് കാരണം. എന്നാല് വളരെ കൂടുതൽ സമയം വലിച്ചു നീട്ടി വെക്കുകയാണെങ്കിൽ അതിന്റെ ഇലാസ്തികതയ്ക്ക് നേരിയ മാറ്റമൊക്കെ സംഭവിക്കും കേട്ടോ. ഇനി
ഒരു ചണച്ചരടും റബ്ബർ ബാൻഡും ബലമായി വലിച്ചു നീട്ടാൻ ശ്രമിക്കുക. എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് എന്നാണ് കേട്ടോ. അപ്പൊ ചണച്ചരട് റബ്ബർ ബാൻഡിനെ പോലെ വലിച്ചു നീട്ടാൻ സാധിക്കില്ല. കാരണം എന്താണ്, ചണത്തിന് ഇലാസ്തികത വളരെ കുറവാണ്. ഓക്കെ, കൂടുതൽ ബലം പ്രയോഗിച്ചാൽ അത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്ത് പറയാ, റബ്ബർ ബാൻഡിന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇലാസ്തികത സ്വഭാവമുണ്ട് റബ്ബറിന്. ഇനി ഇവിടെ ഒരു ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത് ഫില്ല് ചെയ്യാനായിട്ട്. പ്രകൃതിദത്ത നാരുകളുടെയും കൃത്രിമ നാരുകളുടെയും സവിശേഷതകളെ അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കാനാണ് കേട്ടോ. അപ്പൊ വായു സഞ്ചാരം പ്രകൃതിദത്ത നാരുകളിൽ കൂടുതലാണ്, മനുഷ്യനിർമ്മിത നാരുകളിൽ കുറവായിരിക്കും. ജലം ആഗിരണം ചെയ്യാനുള്ള കഴിവ് പ്രകൃതിദത്ത നാരുകൾക്ക് എന്തായിരിക്കും, കൂടുതലായിരിക്കും. എന്നാൽ മനുഷ്യനിർമ്മിത നാരുകൾക്ക് കുറവായിരിക്കും. ഇവിടെ കൂടുതലും ഇവിടെ കുറവും തന്നെയാണ്. ഇനി ഈടുനിൽപ്പ് എന്തായിരിക്കും, ഈടുനിൽപ്പ് പ്രകൃതിദത്ത നാരുകൾക്ക് കുറവായിരിക്കും. എന്നാൽ മനുഷ്യനിർമ്മിത നാരുകൾക്ക് കൂടുതലും ആയിരിക്കും കേട്ടോ. കൂടുതൽ ഈട് കിട്ടും. ഇനി ഭാരമോ, ഭാരം കൂടുതൽ പ്രകൃതിദത്ത നാരുകൾക്കായിരിക്കും. കുറവ് എന്തായിരിക്കും, മനുഷ്യനിർമ്മിത നാരുകൾക്കായിരിക്കും. ഓക്കെ, ഇതിൽ നിന്നും പ്രകൃതിദത്ത നാരുകൾക്കും കൃത്രിമ നാരുകൾക്കും ധാരാളം പരിമിതികൾ ഉണ്ട് എന്ന് വ്യക്തമാണല്ലോ. ഈ പരിമിതി മറികടക്കാൻ കൃത്രിമ നാരുകളോടൊപ്പം പ്രകൃതിദത്ത നാരുകളും കൂടി ചേർത്ത് ഉപയോഗിക്കുന്നു. ഇപ്പൊ നാരുകളുടെ ഉപയോഗങ്ങൾ എഴുതി നോക്കൂ എന്ന് പറയുന്നുണ്ട്. മണ്ണൊലിപ്പ് തടയാനും കൃഷിക്കുള്ള ഭൂവസ്ത്ര നിർമ്മാണത്തിനും ഉപയോഗിക്കാം. നൈലോൺ നാരുകളാണ് മീൻപിടുത്ത വല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പോളിസ്റ്റർ പറയാം അല്ലെ, പെട്ടെന്ന് ചുളിയാത്ത വസ്ത്രങ്ങൾ നിർമ്മിക്കാനും അതുപോലെ കുപ്പികൾ, അതായത് കുപ്പികൾ നിർമ്മിക്കാനൊക്കെ, ബോട്ടിലുകൾ നിർമ്മിക്കാനൊക്കെ നമ്മൾ പോളിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കാനാണ്. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമർ ഏതാണ്? ഇവിടെ ഏതാണ് ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമർ? നാരുകളാണ് കേട്ടോ. ഉദാഹരണത്തിന് നൈലോൺ, പോളിസ്റ്റർ പോലുള്ള നാരുകളാണ്. ഓക്കെ, ഇനി വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമർ പ്ലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക സ്വഭാവമുള്ള പോളിമർ ഏതാണ്? ഇലാസ്റ്റോമറുകൾ എന്ന് പറയും. ഉദാഹരണത്തിന് റബ്ബർ കേട്ടോ, അതായത് ഇലാസ്റ്റോമറുകൾ എന്ന് പറയും. എക്സാമ്പിൾ ആയിട്ട് റബ്ബർ പറയാം. ഓക്കെ, നാം നിർമ്മിച്ച വസ്തുക്കളിൽ ഗ്ലാസുകളും പ്ലാസ്റ്റിക്കുകളും മാത്രമാണ് ഉള്ളത്. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ എങ്ങനെയാണ് ഉണ്ടായത്? രസതന്ത്രത്തിന്റെ സഹായത്തോടെ നിർമ്മിച്ച നമുക്ക് ചുറ്റുമുള്ള മറ്റു വസ്തുക്കളെ പെടുത്തി നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ ചായങ്ങൾ കൊടുത്തിട്ടുണ്ട്, പെർഫ്യൂമുകള്, സോപ്പുകള്, ഡിറ്റർജന്റുകള്, മരുന്നുകൾ, പിന്നെ രാസവളങ്ങൾ, കീടനാശിനികൾ, പിന്നെ സിമന്റ്, പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കള്, ഭക്ഷ്യ സംസ്കരണ പദാർത്ഥങ്ങൾ, ഇതൊക്കെ നമ്മൾ നമുക്ക് ചുറ്റും രസതന്ത്രത്തിന്റെ സഹായത്തോടെ നിർമ്മിച്ച വസ്തുക്കളാണ് കേട്ടോ. അനുയോജ്യമായ ഗുണമുള്ള പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ശാസ്ത്രജ്ഞ എന്ന നിലയിൽ പദാർത്ഥ രസതന്ത്രം മനുഷ്യ പുരോഗതിയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. അപ്പൊ പദാർത്ഥ രസതന്ത്രത്തെ പറ്റിയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കും കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.